SIR-ന് ശേഷം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. ഈ തെരഞ്ഞെടുപ്പിൽ കള്ളവോട്ടും ഇരട്ട വോട്ടും നടക്കില്ല. CPM-ൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും പാർട്ടി ഗ്രാമങ്ങളിൽ ഒരു ഉഡായിപ്പ് നടക്കില്ല. അത് SIR അവസാനിപ്പിച്ചിരിക്കുകയാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ പോളിംഗ് പെർസെൻറ്റേജ് ഉണ്ടാവും. ഞാൻ എൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇതുവരെ ഇത്ര സമയം ക്യൂ നിന്നിട്ടില്ല. ആളുകൾ ഈ തെരഞ്ഞെടുപ്പിനെ ഒരു ഉത്സവമാക്കി മാറ്റിയിരിക്കുകയാണ്. അതിന് നമ്മൾ നന്ദി പറയേണ്ടത് ഇലക്ഷൻ കമ്മീഷനോടാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ സംവിധാനത്തെയാണ് രാഹുൽ ഗാന്ധി കൊഞ്ഞനം കാട്ടിയത്. നമ്മുടെ സിസ്റ്റം തെറ്റാണ്, ഇലക്ഷൻ കമ്മീഷൻ കുഴപ്പമാണ്, ഇലക്ട്രോണിക്സ് യന്ത്രത്തിന് തകരാറാണ് എന്നൊക്കെ പറഞ്ഞു നടന്ന ആളാണ് ഈ രാഹുൽ ഗാന്ധി. സത്യത്തിൽ ലോകത്തിൻ്റെ മുമ്പിൽ ലോകത്തിലെ മുഴുവൻ ആളുകളും ബഹുമാനിക്കുന്ന ഒരു ജനാധിപത്യത്തെ ലോകത്തിൻ്റെ മുമ്പിൽ കളിയാക്കിയ ആളെയാണ്. അതിനുള്ള മറുപടിയാണ് ജനങ്ങൾ ഈ നൽകുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഫലം പുറത്തു വരുമ്പോൾ NDA പ്രത്യേകിച്ച് BJP ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം നേടും. രാഷ്ട്രീയ നിരീക്ഷകരുടെ കണ്ണ് തള്ളുന്ന ഒരു വിജയം ഉണ്ടാവും. കേരളത്തിലാകെ ഒരു ഓട്ടപ്രദർശനം നടത്തിയിട്ടുള്ള ഒരു പ്രവർത്തകനാണ് ഞാൻ. ഞങ്ങൾക്ക് അനുകൂലമാണ് ട്രെൻഡ്. എങ്ങും കാണാൻ കഴിഞ്ഞത് ഭരണവിരുദ്ധ വികാരം മാത്രമല്ല, ഇന്ത്യ മുന്നണി വിരുദ്ധ വികാരമാണ്. LDF-ന് UDF-ന് എതിരായിട്ടാണ് വികാരം. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ മനസ്സിലായി ഇവർക്ക് ഒരു വികസന വീക്ഷണമില്ല. ഇവർ കേരളത്തെ കടക്കണിയിലാക്കിയിരിക്കുന്ന ഒരു മാറ്റം വേണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിട്ട് കേരളം പ്രകടിപ്പിക്കുന്നതായിട്ടാണ് എനിക്ക് കാണാൻ സാധിച്ചത്. മറ്റൊന്ന്, നമ്മുടെ നാട്ടിലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അപകടകാരികളാണ് ജമാഅത്തെ ഇസ്ലാമി, അതുപോലെ തന്നെ സുഡാപ്പി. LDF-ഉം UDF-ഉം ഈ തീവ്ര ഗ്രൂപ്പുമായിട്ട് മുന്നണിയാണ്. ഈ തെരഞ്ഞെടുപ്പ് ഫലം കഴിയുമ്പോൾ അവർ നിരാശരാവും, അവർ വലിയ വില കൊടുക്കേണ്ടി വരും. കാരണം ഇവർ ജയിച്ചാൽ, ഈ രണ്ട് കൂട്ടരും ജയിച്ചാൽ കേരളം ബംഗ്ലാദേശായി പോകും എന്നുള്ള വികാരമാണ് കേരളം മുഴുവൻ കാണിക്കുന്നത്. കുടുംബസമേതാണ് വോട്ട് ചെയ്യാൻ എത്തിയത്. കുടുംബസമേതാണ് സാധാരണ ഞാൻ വോട്ട് ചെയ്യാൻ വരാറ്. ഇപ്രാവശ്യം യുദ്ധഭൂമിയിൽ നിന്നാണ് എൻ്റെ മോള് ദുബായിൽ നിന്ന് വോട്ട് ചെയ്യാൻ വന്നിട്ടുള്ളത്. കാരണം തെരഞ്ഞെടുപ്പ് അത്രയും പ്രധാനപ്പെട്ടതാണല്ലോ.